കുറച്ചുനാൾ മുമ്പാണ് ചില സാമൂഹ്യ വിരുദ്ധരെ വിമർശിച്ചപ്പോൾ ഐസക് തെറിജപം എന്ന വാക്കുപയോഗിച്ചു. അന്നു മുതൽ ചിലർക്ക് വലിയ കലിപ്പാണ്. ആ കാലം ഓർമ്മയില്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയെ ജാതിപ്പേര് കൂട്ടി പച്ചത്തെറി വിളിച്ച ഒരു വല്യമ്മയെ മറന്നിട്ടില്ലല്ലോ. ഓർമ്മ വരാൻ ഈ വീഡിയോ ധാരാളം. വഴിയെ പോയവർക്ക് നേരെ മുണ്ടുപൊക്കുകയാണ് ഒരു പ്രതിഷേധക്കാരൻ. കോട്ടയം മണിമല പത്തനാട് സ്വദേശി RSS നേതാവ്. വൺ ഇന്ത്യയുടെ വാർത്ത നോക്കും. ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ ആഭാസ പ്രകടനം റിപ്പോർട്ട് ചെയ്തിരുന്നു. തെറി പറയുക, മുണ്ടുപൊക്കി കാണിക്കുക, തേങ്ങ കൊണ്ട് എറിയുക, ഇതൊന്നും വിശ്വാസത്തിന്റെയോ ഭക്തിയുടെയോ രീതികളല്ലല്ലോ എന്ന് 2018 നവംബർ 29 മനോരമ. ഏഷ്യാനെറ്റ് ന്യൂസിൽ ചിത്രം വിചിത്രം പരിപാടിയിലും ഇക്കാര്യം പരാമർശിക്കപ്പെട്ടു. ഭരണഘടനയാണോ മനുസ്മൃതിയാണോ വലുതെന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത്. തെറിനാമജപ സ്ത്രീവിരുദ്ധ സമരങ്ങൾക്ക് പുതിയ പതിപ്പുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാലം എന്നായിരുന്നു അവതാരകൻ KV മധുവിന്റെ പരാമർശം. 2019 ജനുവരി 14 മനോരമ. തലക്കെട്ട്: BJP പ്രകടനത്തിൽ മുഖ്യമന്ത്രിയെ തെറി വിളിച്ച യുവതി അറസ്റ്റിൽ. വാർത്തയുടെ ചുരുക്കം ഇങ്ങനെ: കേട്ടാലിറക്കുന്ന തെറികളായിരുന്നു മുദ്രാവാക്യം. അതിന് നിറയെ കയ്യടി. എല്ലാം കേട്ട് യുവതിക്കൊപ്പം BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത്. തെറിവിളിയും മുണ്ടുപൊക്കലുമായിരുന്നു അന്നത്തെ പ്രതിഷേധം. മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പണി ചെയ്ത സാമൂഹ്യ വിരുദ്ധരെ ഐസക്കും നിശിതമായി വിമർശിച്ചു. അദ്ദേഹം ഇടതുപക്ഷ നേതാവാണ്. സംഘികളുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളെ വിമർശിക്കുമ്പോൾ ഒരു മയവും കാണിക്കില്ല. പോയി പണി നോക്ക്.